അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ, മുനാഫിക്കിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മൾ മുനാഫിക്കുകളിൽ പെട്ടുപോകരുത്. പക്ഷെ നമ്മുടെ സമുദായത്തിന് ഇപ്പോൾ മുനാഫിക്കിനെ കുറിച്ച് അത്ര മണിക്കൊന്നും പോരാ. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും മതസംഘടന അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം നടത്തുമ്പോൾ പ്രസംഗത്തിൽ ഒന്നാം ഘട്ടം എന്നുള്ളവർക്ക് കിടക്കട്ടെ ഇയാൾ മുനാഫിക്കാണ്, പിന്നത്തെ പ്രസംഗത്തിൽ പോയിട്ട് ആൾ കാഫറാക്കിയാൽ മതി എന്നുപോലും കരുതാത്ത അത്ര സാധുവാണ് നമ്മുടെ മനക്കൽപ്പത്തിലുള്ള മുനാഫിക്ക്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ കാഫറേ ഉള്ളൂ, മുനാഫിക്കത്ത് നമുക്ക് പരിഗണനയിലില്ല. എന്താണ് ഈ മുനാഫിക്ക്? ആരെക്കുറിച്ചാണ് ഇത് പറയല്? ഞാൻ ആളുകളെ മുനാഫിക്കാക്കാൻ വേണ്ടി പറയില്ല, നമ്മളൊരു അടിസ്ഥാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അധികാരങ്ങളിലുള്ള തൗഹീദുമായിട്ടാണ് വിധികർത്തൃത്വം അള്ളാഹുവിനി എന്ന വശം ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ മറുവശം വേറൊരു ലളിതമായ സംഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മുനാഫിക്ക് അറബി ഭാഷയിൽ ഒരു വാക്കുണ്ടായത് ഏത് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് നോക്കിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് അതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, സാധനം എന്താണെന്ന് തിരിയും. അങ്ങനെ ഒരു ഗുണമുണ്ട് അറബി ഭാഷക്ക്, മറ്റു ഭാഷകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അതനുസരിച്ച് മുനാഫിക്ക് എന്ന വാക്കുണ്ടായത് നാഫിക്കാറ് എന്ന പദത്തിൽ നിന്നാണ്. നാഫിക്കാറ് എന്ന് പറഞ്ഞാൽ പെരിച്ചാഴിയുടെ മാളം. പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ എലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു തരം ജീവിയാണ്, ഭൂമിയിൽ മാളുണ്ടാക്കി താമസിക്കുന്ന ഒരു തരം ജന്തു. അതിന്റെ മാളത്തിന് നാഫിക്കാറ് എന്ന് പറയും. ഇതിന്റെ മാളത്തിലേക്ക് അത് പ്രവേശിച്ചു, പെരിച്ചാഴി അതിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചു. നഫ്ഫക ദഖലൽ യർബൂഇല നാഫിക്കാഇ, അതതിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചു എന്നതിന് നഫ്ഫക എന്ന് പ്രയോഗിക്കാറ്. അപ്പോ പെരിച്ചാഴിയുടെ മാളത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കിൽ നിന്നാണ് മുനാഫിക് എന്ന പദമുണ്ടായത്. അപ്പൊ എന്താണ്, ആരാണ് മുനാഫിക്, എന്താണ് മുനാഫിക്കിന്റെ സ്വഭാവം എന്ന് തിരിയാൻ എന്താണ് ഈ പെരിച്ചാഴിയുടെ മാളത്തിന്റെ സ്വഭാവം എന്ന് നോക്കിയാൽ മതി. കർഷകന്റെ കൃഷിയിടത്തിന്റെ പാർശ്വഭാഗത്ത് ഈ പെരിച്ചാഴിയുടെ മാളം, ഒരു സീനിയർ വർഗത്തിൽപ്പെട്ട ഒരു സീനിയർ എലി എന്ന് വെച്ചോ. അപ്പോ ഈ ഭൂമിയിൽ ഇങ്ങനെ മാളുണ്ടാക്കിയിട്ട് താമസിക്കും ഈ ജന്തു കർഷകന്റെ കൃഷിയിടത്തിന്റെ സൈഡിൽ ഭിത്തിയിൽ. എന്നിട്ട് മണ്ണുമായിട്ടാണ് ഈ സാധനം വരാം മുമ്പിൽ. അതുകൊണ്ട് വിഷമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവളിൽ അങ്ങോട്ട് പോയി പോകും. മുമ്പിൽ കുറച്ച് മണ്ണുമായിട്ട് അത് വരാം എപ്പോഴും. അങ്ങനെ ഈ കർഷകൻ ഇതിനെ കണ്ടു, വലിയ ശല്യം. സൗകര്യം കിട്ടുമ്പോൾ ഒക്കെ ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിക്കും, ഒരു രക്ഷയില്ല, ഇതിനെങ്കിലും ഒന്ന് പിടിക്കണം. അയാൾ തീരുമാനിച്ചു എന്നെ പിടിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ള ഒരൊറ്റ മടയുള്ളൂ, ഒരു മാളം, ഒരു ദ്വാരം. അതിനാണ് ഈ മണ്ണ് വന്നിട്ട് ഇങ്ങനെ തള്ളുന്നത്. നല്ല പുതിയ മണ്ണ് ഇന്നലെ രാവിലെ വീണ്ടുണ്ട്. അപ്പൊ അയാൾ ഉറപ്പാണ് അയാൾക്ക് ഈ സാധനത്തിലുണ്ട്. അങ്ങനെ അയാൾ തീരുമാനിച്ചു ഇതിനെ പിടിക്കണം. ഒരു വീട്ടിൽ പോയിട്ട് മണ്ണ് കളച്ച് മറിക്കാൻ ഉപയോഗിക്കുന്ന കൈക്കോട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ ഒരു സാധനമായിട്ട് വന്നു. പേരെന്ത് പറഞ്ഞാലും സാധനം മണ്ണിളക്കാൻ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് അതുമായിട്ട് വന്നിട്ട് ഇയാളിങ്ങനെ നോക്കി, ഒരൊറ്റ മാളം. അയാൾ വിചാരിച്ചു ഇതിനെ പിടിക്കണം, കളക്കാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് കളച്ചു ഒരു നീളം. ഇയാൾ വിചാരിച്ചത് ഒരു നീളം അങ്ങോട്ട് കളച്ചാൽ അതിനെ കിട്ടുന്ന ഒരു നീളം അങ്ങോട്ട് കളച്ചു നോക്കുമ്പോൾ 2 മാളം, ഒന്ന് ഇങ്ങോട്ട്. അപ്പോ ഇയാൾ വിചാരിച്ചു എന്നാ പിന്നെ ആ രണ്ടാമതൊരു മാളത്തിലുണ്ടാവും. എന്നിട്ട് ഒന്നിന്റെ ബായി ഭാഗം ഇതിന്റെ ചണ്ടി ചപ്പ് എന്തൊക്കെ എടുത്തിട്ട് അടച്ചു വെച്ചു. അങ്ങോട്ട് കളക്കുമ്പോൾ അങ്ങോട്ട് കാണാതിരിക്കാൻ വേണ്ടി ഇതിൽ കൂടി. എന്നിട്ട് ആ വഴിക്ക് കുറെ അങ്ങോട്ട് കളച്ചു നോക്കുമ്പോൾ 2-3 കുറച്ചുകൂടി ഒരു നീളാണ്ട് പോയി നോക്കുമ്പോൾ വേറെ 2-3 കൈവഴികൾ. എങ്ങടാ പോയതെന്ന് അറിയില്ല. അപ്പൊ പിന്നെ മനുഷ്യന്റെ സ്വഭാവം എന്താ പിന്നെ അപ്പുറത്തായിരിക്കും ഒരു സമാധാനമാണ്. അങ്ങനെ അയാൾ എന്നാ ഇപ്പുറത്ത് ഈ അടച്ചു വെച്ചതാ തുറന്നിട്ട് അങ്ങോട്ട് കളക്കാൻ തുടങ്ങി. കുറെ അങ്ങോട്ട് കളച്ചു നോക്കുമ്പോൾ അതുകൊണ്ട് 2-3 വഴി. ഏത് വഴിക്കാൻ ഈ സാധനം പോയതെന്ന് അറിയില്ല. ഇതുപോലെ ആളങ്ങോട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരച്ചടിക്ക് പള്ളിക്കമ്പറ്റി പ്രസിഡന്റ് നല്ല ഒറിജിനൽ മുസ്ലിം. പിന്നീട് അങ്ങോട്ട് പിന്നീട് മാറ്റി. സാമ്പത്തിക വീക്ഷണം നോക്കുമ്പോൾ ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത വേറൊന്നാണ്. രാഷ്ട്രീയ വീക്ഷണമോ ഇസ്ലാമിനോട് ഒരു പുലബന്ധം പോലും ഇല്ലെന്ന് മാത്രമല്ല, തൗഹീദിന്റെ അവിഭാജ്യ ഭാഗമായ നിയമനിർമ്മാണത്തിന്റെ അധികാരം അല്ലാഹുവിന് എന്നതിന് ഘടകവിരുദ്ധമായ നിയമനിർമ്മാണത്തിന്റെ അധികാരം ഭൂരിപക്ഷത്തിന് എന്ന അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവനാണ്. അയാൾക്കെന്ത് തൗഹീദ്? രാഷ്ട്രീയ രംഗം അങ്ങനെ പോയി. കലാശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലൊക്കെയും വേറെ വീക്ഷണങ്ങളാണ്. ഈ പെരിച്ചാഴിയുടെ പണിയെടുക്കരുത് എന്നാണ്, മുനാഫിക്കാകരുത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഉദ്ദേശിച്ചത്. എത്ര നിർത്തി വെച്ചാലും ആയത്തിന്റെ അർത്ഥമൊന്നും മാറൂല. അപ്പോ ഇതാണ് എന്റെ വിജയത്തിന്റെ രക്ഷയുടെ വഴി, ഇത് നിങ്ങൾ പിൻപറ്റണം. ഒരൊറ്റ വഴിയെ നിങ്ങൾക്കുള്ളൂ. ആരാധനാരംഗത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന അടിസ്ഥാനം അല്ലാഹുവിന്റേതാണോ, സാമ്പത്തിക രംഗത്തും അത് സ്വീകരിക്കുക, രാഷ്ട്രീയ രംഗത്തും അത് സ്വീകരിക്കുക. എല്ലാ രംഗത്തിനും വേണ്ട അടിസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു രംഗത്തിന്റെയും വിശദീകരണങ്ങൾ ഇവിടെയില്ല. ആരാധനാരംഗത്ത് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ വിശദാംശങ്ങൾ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദീനിൽ ആരാധന പോലില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല.
എങ്കിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും വേണ്ടുന്ന അടിസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ട്. വിശദാംശങ്ങളെ വിട്ടുതന്നെ നമുക്ക് പഠിപ്പിക്കാത്തുള്ളൂ. ആ വിശദാംശങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ ഈ അടിസ്ഥാനങ്ങൾക്ക് എതിരാകാത്തിടത്തോളം അതിനും കൂലി. ഇതാണ് ദീൻ. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്നും രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്നും ഖുർആനിലുണ്ടോ? അതിന്റെ വിശദാംശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്. അതിന്റെ അടിസ്ഥാനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഏതുപോലെ പള്ളി നിർമ്മാണത്തിന്റെ അടിസ്ഥാനം പഠിപ്പിച്ചതുപോലെ എന്റെ മേഖലയിലും എല്ലാ മേഖലയിലെയും ദീന് പഠിപ്പിച്ചു. എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട ദുനിയാവിന്റെ വശം നമുക്ക് വിട്ടുതന്നു. ദീനീയായ അടിത്തറകളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ദുനിയാ കാര്യങ്ങളിൽ നമ്മൾ കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ദീനീ പ്രാബല്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി പറഞ്ഞത് ഇന്ന ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്.